ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് മഴയൊക്കെ കുറവാണ്. ഇവിടെ അധികം മഴയൊന്നും പെയ്തിട്ടില്ല, ചെറിയൊരു മഴ മാത്രമേ പെയ്തിട്ടുള്ളൂ. ജസ്റ്റ് ഗാർഡനിലേക്കൊക്കെ ഒന്ന് ഇറങ്ങാം, എല്ലാതിൻ്റെയൊക്കെ ഒരു അവസ്ഥ ഒന്ന് കാണാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ചെടികളൊക്കെ കുറച്ച് ഈ മഴ കൊണ്ടാണ് ഇരിക്കുന്നത്. ഈ അഗ്ലോണിമ ഇത് മഴ കൊണ്ടിട്ടും ഇതുവരെയും ഇതിൻ്റെ ലീവ്സിനൊന്നും പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. എല്ലാ അഗ്ലോണിമയുടെ ലീഫും ഇങ്ങനെ തന്നെയല്ല കേട്ടോ. ഇതിൻ്റെ ലീഫിന് വലിയ പ്രശ്നമൊന്നും സംഭവിച്ചില്ല, നല്ല ഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്തു. അതുമാതിരി തന്നെ റെഡ് ലിപ്സ്റ്റിക്കും വലിയ പ്രശ്നമില്ല, മഴ കൊണ്ടിട്ടും അതിന് വലിയ പ്രശ്നമൊന്നും ഇല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മഴക്കാലത്തെ ചെടികളിനെയൊക്കെ എങ്ങനെ മഴവെള്ളത്തിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാം. കാരണം ചില ചെടികൾക്ക് മഴവെള്ളം അധികമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം അതിനെയൊക്കെ നമ്മൾ എങ്ങനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താമെന്നാണ് പറയുന്നത്. അപ്പോൾ ചില പ്ലാന്റ്സിന് ഒട്ടും തന്നെ വെള്ളം ആവശ്യമില്ലാത്ത പ്ലാന്റ്സ് ഉണ്ടാവും. അങ്ങനെയുള്ള പ്ലാന്റ്സിനെയൊക്കെ നമ്മൾ വെള്ളം മഴ കൊള്ളാത്ത രീതിയിൽ എടുത്ത് മാറ്റി വയ്ക്കണം. ഇപ്പം അഡീനിയത്തിനൊന്നും അധികം വെള്ളം വേണ്ട. അതേപോലെയുള്ള പ്ലാന്റ്സൊക്കെ എടുത്തിട്ട് നമുക്ക് മഴ അധികം കൊള്ളാത്ത രീതിയിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. ഇനി വേറെ ചില പ്ലാന്റ്സ് ഉണ്ട്, അത് നമുക്ക് മഴക്കാലം ആവുന്നതിന് മുൻപ് നന്നായിട്ട് ട്രിം ചെയ്ത് നിർത്താം. അപ്പോൾ അത് പ്രൂൺ ചെയ്ത് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ കുറേയും കൂടി നന്നായിട്ട് നമ്മൾ പൂക്കൾ ഉണ്ടാവും. നല്ല പൂക്കളുടെ സീസൺ ആകുമ്പോൾ നന്നായിട്ട് പൂക്കളുണ്ടാവും. അപ്പം ഈ പ്ലാന്റൊക്കെ ഞാൻ ട്രിം ചെയ്ത് നിർത്തിയതാണ്, നന്നായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിൽ നിന്നൊക്കെ ഇപ്പോൾ പുതിയ ലീവ്സ് വന്ന് ബഡ്സൊക്കെ ഇട്ടു. ഇനി നന്നായിട്ട് ഇത് പൂവുണ്ടാവും. അപ്പോൾ ഒരുപാട് പൂവുണ്ടായി കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ വീണ്ടും ഇതൊന്ന് ട്രിം ചെയ്ത് നിർത്താം. ട്രിം ചെയ്യാൻ പറ്റിയ വേറൊരു പ്ലാന്റ് എന്ന് പറയുന്നത് ചെമ്പരത്തിയാണ്. ചെമ്പരത്തി ഇതുപോലെ തന്നെ മഴ ഒരുപാടായാൽ ചിലപ്പോൾ നമുക്ക് പൂക്കളൊന്നും അധികം തരാൻ ചാൻസ് ഇല്ല. അപ്പോൾ അതൊന്ന് നന്നായിട്ട് പ്രൂൺ ചെയ്ത് നല്ല ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഴക്കാലം കഴിയുമ്പോഴേക്കും ഇതുപോലെ നന്നായിട്ട് ലീവ്സൊക്കെ വന്ന് ഈ ഒരു മാസമൊക്കെ കഴിയുമ്പോഴേക്കും നന്നായിട്ട് പൂവിടാനായിട്ട് തുടങ്ങും. അപ്പോൾ നമുക്ക് നന്നായിട്ട് വളമൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഞാൻ ശംഖുപുഷ്പം ചട്ടിയിലാണ് വളർത്തുന്നത്. എനിക്കിത് അധികം ഇങ്ങനെ പടർന്ന് പോകുന്നതിനോട് താല്പര്യമില്ല. അപ്പം ഞാൻ ഇതിനൊരു ചട്ടിയിലാണ് വളർത്തിയേക്കണേ. അപ്പം ഞാൻ ഇതിന് നന്നായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പ്രൂൺ ചെയ്ത് ഇങ്ങനെ നിർത്തും. ഇങ്ങനെ നിർത്തുമ്പം എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ നന്നായിട്ട് പുതിയ ലീവ്സൊക്കെ വരും, നന്നായിട്ട് പൂവിടും. അപ്പം നമുക്കിതൊരു ചെറിയ കുറ്റിച്ചെടി മാതിരി വളർത്താനായിട്ട് പറ്റും. ഇങ്ങനെ പടർന്ന് കയറിപ്പോൾ അങ്ങനെ എനിക്ക് കുറച്ച് സ്ഥലപരിമിതി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊരുപാട് അങ്ങോട്ട് കയറി പോകുന്നത് എനിക്ക് അത്ര പിന്നെ ചെറിയ കുട്ടികളാണ്. അപ്പം എല്ലാ ഇഴജന്തുക്കളൊക്കെ കയറി കിടക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ നമ്മളത് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ചട്ടിയിലാണ് വളർത്തുന്നത്. വൈറ്റും ബ്ലൂവും എല്ലാം ഉണ്ട്. അപ്പോൾ ഒക്കെ അങ്ങനെ തന്നെയാണ് വളർത്തുന്നത്. പിന്നെ മഴക്കാലത്ത് നന്നായിട്ട് വളരുന്നൊരു പ്ലാന്റാണ് ഈ ആമസോൺ ബ്ലൂ എന്ന് പറയുന്ന പ്ലാന്റ്. നല്ല ബ്ലൂ കളറിലുള്ള ഒരു ഫ്ലവറാണ് ഇതിന് ഉണ്ടാവുക. അത് ഫ്ലവർ ഇപ്പം ഇട്ടിട്ടില്ല, ഇടുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അത് മഴക്കാലത്ത് ഉണ്ടാവില്ല, കുറച്ചും കൂടി നാൾ കഴിയുമ്പോഴാണ് ഇതിൽ നന്നായിട്ട് ഫ്ലവേഴ്സൊക്കെ ഉണ്ടായി തുടങ്ങുക. പക്ഷെ മഴക്കാലത്ത് ഇത് നന്നായിട്ട് വളർന്ന് ഇങ്ങനെ പന്തലിക്കും. അപ്പോൾ ഇതിൻ്റെ വേരിങ്ങനെ താഴോട്ട് വീണ് കിടന്ന് അതുമ്മ നിന്നാണ് ഇതിങ്ങനെ പടർന്ന് പോകണത്. അപ്പം എനിക്കങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പടർന്ന് പോകണില്ല. ഇതിനെല്ലാത്തിനും ഞാനിങ്ങനെ ഒരു ചട്ടിയിലാക്കി പടർന്ന് പോകുന്ന തണ്ടെടുത്തിട്ട് വീണ്ടും മണ്ണിലോട്ട് തന്നെ കുത്തി കൊടുത്ത് അങ്ങനെയാണ് ഈ ആമസോൺ ബ്ലൂവിനെ വളർത്തുന്നത്. പിന്നെ നന്നായിട്ട് ട്രിം ചെയ്ത് നിർത്തേണ്ട വേറൊരു പ്ലാന്റ് റോസാണ്. റോസ് പറഞ്ഞ മാതിരി മഴക്കാലത്ത് നന്നായിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിതിന് നന്നായിട്ട് കൊമ്പൊക്കെ വെട്ടി നിർത്തി കഴിഞ്ഞാൽ നല്ല പുതിയ തളിരിലകളൊക്കെ വന്ന് മഴക്കാലത്ത് കഴിയുമ്പം നന്നായിട്ട് ഇതിന് ബഡ്സൊക്കെ ഉണ്ടാവും, നല്ല പൂക്കളുണ്ടാവും. പിന്നെ നമുക്ക് മഴക്കാലത്ത് പിടിപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പ്ലാന്റ് എന്ന് പറയുന്നത് ചെത്തിയാണ്. ഇത് ഞാൻ കഴിഞ്ഞ വർഷക്കാലത്ത് പിടിപ്പിച്ച ചെത്തിയാണ്. ഇതിനിപ്പോൾ നന്നായിട്ട് ഗ്രോത്ത് ഉണ്ട്. റെഡ് ലിപ്സ്റ്റിക്ക് അഗ്ലോണിമയാണ്. ഇത് ഞാൻ മഴ കൊള്ളാതെയാണ് വെച്ചേക്കണത്, അതുകൊണ്ട് നല്ല ലീവ്സൊക്കെ ഉണ്ട്. പിന്നെ ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് വെള്ളം കിട്ടാനൊക്കെ ആയിട്ട് ചെറുതായിട്ടൊന്ന് മഴ നനച്ചു കൊടുക്കും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ചില അഗ്ലോണിമയുടെ ലീവ്സ്
മഴവെള്ളം നന്നായിട്ട് വെള്ളമാകുമ്പോൾ ചീഞ്ഞ് പോകാറുണ്ടെന്ന്. എനിക്ക് അങ്ങനെ ചീഞ്ഞ് പോകുന്നതായിട്ട് തോന്നിയിട്ടുള്ളൊരു ലീഫ് എന്ന് പറയുന്നത് ഈ ബോക്സറിൻ്റെ ലീഫാണ്. ഇത് ചെറുതായി മഴ കൊള്ളുന്നൊരു സ്ഥലത്താണ് ഇരുന്നിരുന്നത്. അപ്പോൾ ഇതിൻ്റെ താഴെയുള്ള ഒരുപാട് ലീവ്സൊക്കെ ഉണ്ടാവും. ഇതിനധികം ലീവ്സൊന്നുമില്ല. ഇതൊക്കെ ചീഞ്ഞ് പോയതാണ്. അങ്ങനെ ഞാനിതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. ഇപ്പം ഇതൊക്കെ വന്നേക്കണത് പുതിയ ലീവ്സ് ഇതിന് വന്നേക്കണതാണ്. അപ്പം ഇതുകൊണ്ട് തന്നെ ഈ പ്ലാന്റ് ഞാൻ മഴ കൊള്ളാതെ സൂക്ഷിച്ചാണ് വെച്ചേക്കണത്. പിന്നെ ഇതിനധികം നനവൊന്നും കൊടുക്കാറില്ല. ഇടയ്ക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് വെള്ളം നനച്ച് കൊടുക്കാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. വേനൽക്കാലത്താണെങ്കിൽ ഇത് എല്ലാ ദിവസവും നനയ്ക്കും. ലീഫ് മൊക്കൊടിയൊക്കെ നന്നായിട്ട് വെള്ളമൊക്കെ ആവാറുണ്ട്. വലിയ പ്രശ്നമൊന്നും കാണാറില്ല. നമുക്ക് മഴക്കാലത്ത് പിടിപ്പിക്കാൻ പറ്റിയ ഒരു പ്ലാന്റാണ് ബാൾസം. നന്നായിട്ട് മഴക്കാലത്ത് വളരും. വേനൽക്കാലം ആകുമ്പം അതിന് ചെറിയൊരു വാട്ടൊക്കെ സംഭവിക്കും. ഇപ്പം അത് കണ്ടോ, നന്നായിട്ട് വേരൊക്കെ പൊട്ടി മുളയ്ക്കുന്നുണ്ട്. പിന്നെ എപ്പീഷിക്കൊന്നും ശരിക്കും അധികം വെള്ളം വേണ്ടാത്തൊരു പ്ലാന്റാണ്. പക്ഷെ ഇത് മഴ കൊണ്ടിട്ടൊന്നും ഇതിന് പ്രശ്നമൊന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാനിത് മഴയത്ത് തന്നെയാണ് വെച്ചിട്ടുള്ളത്. മഴ കൊണ്ടാലും പ്രശ്നമൊന്നുമില്ലാത്ത വേറൊരു വെറൈറ്റി അഗ്ലോണിമയാണ് ഇത്. അതുകൊണ്ട് തന്നെ ഇതിന് ഞാൻ മഴ കൊള്ളാത്ത രീതിയിൽ വെച്ചിട്ടൊന്നുമില്ല. ചെറിയ മഴയൊക്കെ കിട്ടുന്നുണ്ട്. ഇത് നല്ല തിക്കായിട്ട് വളർന്നേക്കാണ് കേട്ടോ ഈ ചട്ടിയിൽ. അപ്പം ആർക്കെങ്കിലും ഈ പ്ലാന്റിൻ്റെ ഇത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഇതിന് ഒരുപാട് ഷൂട്ട്സ് ഉണ്ട്. ഇത് ഒരുപാട് തിക്കായിട്ടാണ് ഇതിൽ വളരുന്നത്. കൂടാതെ ഇതിൻ്റെ 2-3 എണ്ണം വേറെ ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ ഈ പ്ലാന്റ്സൊക്കെ ഇപ്പം നന്നായിട്ട് മഴയുള്ള സീസൺ ആയതുകൊണ്ട് തന്നെ ഇതിലുള്ള എല്ലാ വളങ്ങളും ഇപ്പം ഇതിൻ്റെ അടിയിൽ നിന്ന് പോയിട്ടുണ്ടാകും. ഇതിന് പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു വളമൊന്നും ഇതിലുണ്ടാവില്ല. അപ്പം ഈ മഴക്കാലമൊക്കെ കഴിയുമ്പം നമ്മളിതിന് നന്നായിട്ട് എല്ലുപൊടിയും കമ്പോസ്റ്റും ഒക്കെ ഇട്ട് കൊടുക്കണം. പിന്നെ ഇതിൻ്റെ ആന്തൂറി ഉണ്ട് കേട്ടോ. ഇത് മഴ കൊണ്ടാലും പ്രശ്നമൊന്നുമില്ലാത്തൊരു പ്ലാന്റാണ്. മഴ കൊള്ളുന്നുണ്ട്. പിന്നെ ഇത് ഡിഫൻ ബഞ്ചിയ. ഇത് ഞാനിങ്ങനെ ഒക്കെ പോലെയൊക്കെ വളർത്തിയേക്കാണ്. കുറേ ഷൂട്ട്സൊക്കെ ഉണ്ട് അതിന്. ഇത് വേറൊരു ആന്തൂറിയത്തിൻ്റെ വെറൈറ്റിയാണ്. ലൈറ്റ് പിങ്ക് ആണെന്ന് തോന്നുന്നു. ഇത് വേറെ ഒരെണ്ണമുണ്ട്. ഇതൊക്കെ മഴയത്ത് വെച്ചപ്പോൾ നല്ല ഉഷാറായി. ഇതിനൊക്കെ ഒരു വേനൽക്കാലത്ത് ചെറിയൊരു വളർച്ചക്കുറവുണ്ടായിരുന്നു. ഇപ്പോൾ നല്ല പ്ലാന്റ്സ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഈ ലക്കി ബാമ്പൊന്നും പ്രശ്നമില്ല. ഒരു യെല്ലോയിഷ് കളർ വരുന്നത്. ഇതിനൊന്നും മഴ ഒരു പ്രശ്നമില്ലാത്ത പ്ലാന്റ്സാണ്. പിന്നെ ചെത്തി ഞാൻ പറഞ്ഞില്ലേ, മഴക്കാലത്ത് നമുക്ക് വളർത്താൻ പറ്റിയൊരു പ്ലാന്റാണ് ചെത്തി. പിന്നെ ഈ വിങ്കയുടെ വെറൈറ്റീസിനൊന്നും മഴ ശരിക്കും അത്ര നല്ലതല്ല. ഇതിൻ്റെ ലീഫൊക്കെ ചീഞ്ഞ് പോകാനും ഒക്കെ ചാൻസ് ഉണ്ട്. എൻ്റെ ഈ വിങ്കയൊക്കെ മഴയത്തിരിക്കുകയാണ്. ഇതൊക്കെ തന്നെ വലിയ അത്ര ഉഷാറൊന്നുമല്ല. ഇതൊക്കെ വീണ്ടും നന്നായിട്ട് വളമൊക്കെ ഇട്ട് കൊടുത്ത് കണ്ട ഇപ്പോൾ ഒരു മഴ പെയ്ത് തന്നെ ചട്ടിയിലൊക്കെ ഇങ്ങനെ വെള്ളം നിൽക്കുന്നുണ്ട്. എത്രയൊക്കെ ആയാലും വെള്ളം ശരിക്കും പോണില്ല അതിന്. പിന്നെ പീസ് ലില്ലി ഉണ്ട്. ഇത് ഞാൻ മഴയത്തൊന്നും മാറ്റിയൊന്നും വെച്ചിട്ടില്ല. ഇതിന് മഴ കൊണ്ടിട്ടും പ്രശ്നമൊന്നും ഇല്ലാത്തൊരു പ്ലാന്റാണ്. അപ്പം പിന്നെ ചൈന ഡോളുണ്ട്. അതും മഴയത്തൊക്കെ തന്നെ നിൽക്കണം. മഴ കൊണ്ടപ്പോൾ അതിന് നല്ല ഉഷാറായി. നമുക്ക് ഇൻഡോറിലും വെക്കാൻ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നമ്മൾ നനച്ചു കൊടുത്താൽ മതി. മഴക്കാലമായാലും നമ്മളിത് നനച്ചു കൊടുക്കേണ്ടി വരും. പൊതുവെ അഗ്ലോണിമ പ്ലാന്റ്സിന് വെള്ളം അധികം വേണ്ടാത്തതാണ്. പക്ഷേ ഈ വെറൈറ്റിയൊന്നും അങ്ങനെ അത്ര പ്രശ്നമുള്ളതല്ല. മഴ ഇത് മാറ്റി വെക്കണമെന്ന് നിർബന്ധമൊന്നും ഇല്ലാത്ത ഒരു വെറൈറ്റിയാണ്. ഈ അഗ്ലോണിമയുടെ വെറൈറ്റി മഴ കൊള്ളുമ്പം ചെറുതായിട്ട് ഇതിൻ്റെ ഇലയ്ക്ക് ചെറിയൊരു ചീയൽ പോലെ ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം ഞാനിത് അതുകൊണ്ട് തന്നെ മഴയത്ത് നിന്ന് മാറ്റി വെച്ചേക്കാണ്. പിന്നെ ഈ വെറൈറ്റി അഗ്ലോണിമയൊന്നും മഴ കൊണ്ടാലും ഇലയൊന്നും ചീയൊന്നുമില്ല. നന്നായി വളരുകയും ചെയ്യും. ഇതും അങ്ങനെ തന്നെയുള്ളൊരു വെറൈറ്റിയാണ്. ഇതും അതെ. പക്ഷെ ഇതൊന്നും ഞാൻ മഴയത്തല്ലാട്ടോ വെച്ചേക്കണത്. മഴ കൊണ്ടാലും എനിക്കിതിന് നല്ല ഗ്രോത്ത് ഉള്ളതായ പോലെ തോന്നിയിട്ടുള്ളത്. നല്ല ഹൈറ്റ് വെച്ച് പോയേക്കാം. ഇനിയിപ്പോൾ ഇത് ചെറിയ 2-3 കഷ്ണാക്കി പ്രൊപ്പഗേറ്റ് ചെയ്യണമെന്ന് തോന്നുന്നു.
ദെൻ ഈ ഒരു ഐസ് പ്ലാന്റിൻ്റെയും ഇതിന് നമുക്ക് മഴയത്ത് വെച്ചാലും വലിയ ചെയ്യലൊന്നും ഇലയ്ക്ക് സംഭവിക്കുന്നില്ല. അപ്പോൾ ഏതായാലും ഒരു പ്രശ്നം വരാത്ത കുറേ പ്ലാന്റ്സ് ഉണ്ട്. ഫിലോഡെൻഡ്രോനെ കണ്ട, ഇതൊക്കെ മഴയത്താണ് ഇരിക്കണേ. ഇതിനൊക്കെ നല്ല തിക്കായിട്ട് തന്നെയാണ് ഇത് വളർന്നു വന്നത്. പിന്നെ ഈ ബാമ്പു, പക്ഷെ ഇതെനിക്കങ്ങനെ വളരുന്നതായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ മഴയത്ത് വെച്ചിട്ട്. പക്ഷെ എനിക്കിത് മാറ്റി വയ്ക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഞാനിതിനെ മഴ കൊള്ളിക്കുന്നത്. അതുപോലെ തന്നെ ഈ അഗ്ലോണിമയ്ക്ക് ഇതിന് മഴ കൊള്ളുമ്പം നല്ല ഗ്രോത്ത് ഉണ്ട്. ഇത് മഴയൊന്നും കൊള്ളാതെ വെച്ചപ്പം അത്ര കാര്യമായിട്ട് വളർന്നുണ്ടായില്ല. ഇത് സ്നോ വൈറ്റ് ആണ് കേട്ടോ ഈ അഗ്ലോണിമ. ഈ CC പ്ലാന്റ് നമുക്ക് വെള്ളത്തിൽ മാത്രം ഇട്ടാൽ ഇത് വളർന്ന് കിട്ടും. പക്ഷെ വെള്ളവും മണ്ണും കൂടി വയ്ക്കുമ്പം ഇതിൻ്റെ ഉണ്ടോ ഈ വേരിരിക്കുന്ന ഭാഗത്ത് ഇത് ചീഞ്ഞ് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇത് പരമാവധി മഴ കൊള്ളാതെ വയ്ക്കുകയാണ് നല്ലത്. അതുപോലെ തന്നെ ജെയ്ഡ്, ഇതിന് വെള്ളം വേണ്ട, വെള്ളം വളരെ കുറച്ച് വെള്ളം വേണ്ട ഒരു പ്ലാന്റാണ്. അതുകൊണ്ട് ഞാനിത് മഴ കൊള്ളാതെ മാറ്റി വെച്ചേക്കാണ്. ഇത് ഞാനിപ്പോൾ ഇടയ്ക്ക് കുറച്ച് വളമൊക്കെ കൊടുത്തു. അപ്പോൾ അതുകൊണ്ട് ഇത് നന്നായിട്ട് ഇപ്പോൾ വളരുന്നുണ്ട്. അപ്പോൾ ഈ മണി പ്ലാന്റ് ഇത് പുറത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ മണ്ണിലൊക്കെ വീണ് ഭയങ്കരമായിട്ട് വലിയ ഇലയൊക്കെ ആയിട്ട് വളരും. അപ്പം അങ്ങനെയൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിനെ ഞാൻ ചെറുതായിട്ട് വളർത്താനായിട്ട് വെച്ചേക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ മഴ കൊണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ വേരൊക്കെ നന്നായിട്ട് വളർന്ന് ഇത് നന്നായിട്ട് വലിയ ഇലയായിട്ട് പോകും. നിങ്ങളുടെ കയ്യിൽ ഫിലോഡെൻഡ്രോണോ അതല്ല ക്രോട്ടൺ പ്ലാന്റ്സിൻ്റെയോ പിന്നെ ഡിഫൻബഞ്ചിയ, ഇതൊന്നും ശരിക്കും ഇതിന് മഴയൊന്നും വേണ്ട അധികം. മഴവെള്ളമൊന്നും ഇല്ലെങ്കിലും ഡിഫൻബഞ്ചിയോ ഒക്കെ നന്നായിട്ട് വളരും. പക്ഷെ മഴ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇതിന് പ്രശ്നമൊന്നും വലിയ കാര്യമായിട്ട് വരുന്നില്ല. പിന്നെ നിങ്ങളിൽ ക്രോട്ടണൊക്കെ ഉണ്ടെങ്കിൽ അത് മഴ കൊള്ളാൻ മഴയിട്ട് നമുക്ക് നന്നായി നട്ട് വളർത്താൻ പറ്റിയൊരു പ്ലാന്റാണ്. പിന്നെ ഇതെൻ്റെ അഗ്ലോണിമയാണ്. ഇതിൻ്റെ കുറേ ഒരുപാട് ഷൂട്ട്സൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതൊക്കെ മഴ കഴിഞ്ഞിട്ട് നന്നായിട്ട് എല്ലുപൊടിയും കടല പിണ്ണാക്കും ഇട്ട് കൊടുക്കണം. പിന്നെ ഞാൻ ഇതൊക്കെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ഇതിലേക്ക് മഴ കൊള്ളാതെ വെച്ചേക്കാണ്. പല പല കളറൊക്കെ ഉണ്ട്. ചിലതൊക്കെ പോയി, കുറേ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 2-3 മാത്രമാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ പോയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.